നമസ്കാരം. അനിൽ പരുന്ന ഡ്രീം സോൺ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയ പ്രേക്ഷകർക്കെല്ലാം ഹൃദ്യമായ സ്വാഗതം. ഡ്രീം ഫുൾഫില്ലിങ്ങിൻ്റെ ഓരോ ഘട്ടങ്ങളായിട്ട് പറയുകയാണ്. ചിന്തകൾ ക്രമീകരിക്കുക എന്നത് കഴിഞ്ഞ് തോട്ട് വിത്ത് ഇമാജിനേഷൻ, തീവ്രമായ ഭാവനയോട് കൂടിയ ചിന്ത, അത് പറഞ്ഞു. അങ്ങനെ നമ്മളുടെ ആഗ്രഹം എന്താണെന്ന് വ്യക്തത വരുത്തിയതിന് ശേഷം ആ ആഗ്രഹം മനസ്സിൽ ചിന്തിക്കുന്ന സമയത്ത് അത് നമ്മുടെ ഭാവനയിൽ കാണുക, ഇമാജിനേഷനിൽ കൊണ്ടുവരിക. അതാണ് അടുത്ത ഘട്ടം. അത് കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീടുള്ള നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് അതിവേഗമാണ്. ഓർക്കുക, യാന്ത്രികമായിട്ട് ഇതൊന്നും ചെയ്തു പോകരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോ നമ്മള് ബാഹ്യമായ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം സാമാന്യമായിട്ട് ചെയ്യുന്നത് പോലെ അല്ല. ഇപ്പം നിങ്ങൾ കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് ഇരുന്നാൽ ഇത്ര മണിക്കൂർ കൊണ്ട് അത് തിരുവനന്തപുരത്ത് എത്തും എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് വഴിയിൽ ബ്ലോക്കോ മറ്റ് സാഹചര്യങ്ങളോ ഉണ്ടായില്ലെങ്കിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നവർ പറയുക 5 മണിക്കൂർ കൊണ്ട്, അല്ലെങ്കിൽ 5.5 മണിക്കൂർ കൊണ്ട്, അല്ലെങ്കിൽ ഇത്ര സമയം കൊണ്ട് കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന ആ ബസ് തിരുവനന്തപുരത്ത് ചെല്ലുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെന്നിരിക്കും. അതുപോലെയല്ല ഈ കാര്യം. അങ്ങനെ ഒരു ബസ് പോകുന്നുണ്ടെങ്കിൽ അതിലുള്ള എല്ലാവർക്കും അത് ഒരുപോലെയാണ്. 40 പേര് ആ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ 40 പേർക്കും ഒരേ ടൈമിൽ അവിടെ എത്താൻ പറ്റും. ഈ മെഡിറ്റേഷൻ, നമ്മളുടെ ഈ ഡ്രീം ഫുൾഫില്ലിംഗ് പരിശീലന പദ്ധതി 10 പേര് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ 10 പേർക്കും ഒരേപോലെ ഒരേ ടൈമിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. എന്താണ് അതിൻ്റെ കാരണം? ഓരോരുത്തരുടെയും പ്രാക്ടീസിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും. ഓരോരുത്തരും പരിശീലനം നിർവഹിക്കുന്നതിൻ്റെ ഏകാഗ്രതയും ശ്രദ്ധയും അതിലുള്ള ഡെഡിക്കേഷനും അതിലുള്ള സ്കില്ലും വ്യത്യാസപ്പെടും. എത്രത്തോളം നിങ്ങൾക്ക് ഏകാഗ്രത കൂടുതലായിട്ട് നേടാൻ പറ്റുന്നോ അതിനനുസരിച്ച് ഫാസ്റ്റായിട്ട് റിസൾട്ട് ഉണ്ടാകും. എത്രത്തോളം ഡെഡിക്കേഷനോടുകൂടി, സമർപ്പണ ബോധത്തോടുകൂടി അത് ചെയ്യുന്ന സമയത്ത് അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നു അതിനനുസരിച്ച് വേഗം ഫലമുണ്ടാകും. അത് ചെയ്യുന്നതിലുള്ള നമ്മളുടെ വൈദഗ്ധ്യം എത്രത്തോളം വർദ്ധിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുന്നു അതിനനുസരിച്ച് വേഗത്തിൽ ഫലമുണ്ടാകും. അതിൻ്റെ വഴികൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഞാനിവിടെ ചെയ്യുന്നത്. എന്നാൽ ആ വഴികൾ പറഞ്ഞു തരുന്നത് വളരെ ശ്രദ്ധാപൂർവം കേട്ട് അതിനെ ഫോളോ ചെയ്ത് കൃത്യമായി അത് നടപ്പിലാക്കേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ശ്രദ്ധ നൽകേണ്ട കാര്യമാണ്. നിങ്ങൾ ഈ പറയുന്ന ഏകാഗ്രതയോടെയും ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും ഡെഡിക്കേഷനോടുകൂടിയും അത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണഫലം ലഭിക്കുക. ഇത് മാത്രമല്ല, എന്ത് പ്രാക്ടീസും, നിങ്ങളൊരു പ്രത്യേക ഗെയിം കളിക്കാൻ പഠിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും ഒരു പ്രത്യേക വർക്ക് പഠിക്കുന്നു, നിങ്ങളൊരു കൃഷി ചെയ്യുന്നു, എന്തായാലും അതിലുള്ള നിങ്ങളുടെ ഡെഡിക്കേഷനും അതിലുള്ള ഏകാഗ്രതയും എല്ലാം വളരെ പ്രധാനം തന്നെയാണ്. ആ കാര്യം നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. അതായത് തികച്ചും മെക്കാനിക്കലായി, യാന്ത്രികമായി അത് ചെയ്താൽ മാത്രം റിസൾട്ട് കിട്ടുന്ന കാര്യമല്ല. അതിൻ്റെ ഉള്ളറിഞ്ഞ് അതിൻ്റെ കണ്ടന്റിനെ പറ്റി വിശദമായി അതിൻ്റെ ആഴത്തിലുള്ള കാര്യങ്ങൾ ഈ പറയുന്നത് കേട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് കൃത്യമായിട്ട് ചെയ്യണം.
അങ്ങനെയാണെങ്കിലാണ് ഈ ഫലം കിട്ടുക. അങ്ങനെ ചെയ്യാൻ നിങ്ങളെ കൂടുതൽ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ പിന്നീട് ചെയ്യുമെന്ന് പറഞ്ഞത്. അതിൻ്റെ ഗുണം എന്താണ്? നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം, എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടായേക്കാം. ഓരോരുത്തരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ പോരായ്മകൾ ക്ലിയർ ചെയ്യുന്നതിന് ഓഫ്ലൈൻ ക്ലാസ് പ്രയോജനപ്പെടും. അതാണ് കാര്യം. നമ്മൾ നെക്സ്റ്റ് വീക്കിൽ വീഡിയോകൾ ചെയ്യുമ്പോൾ അതിനോടൊപ്പം ഒരു നമ്പരും നൽകുന്നതാണ്. ഇത് ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ആയിട്ട് ഫോം ചെയ്യുകയാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൂടെ നമ്മൾ സൂം മീറ്റിംഗ് ഒക്കെ ഉപയോഗിച്ച് എല്ലാവരും ഒരുമിച്ച് ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് അടുത്തത്. ഓൺലൈനിൽ തന്നെ എല്ലാവരും ലൈനിൽ വന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റെപ്പിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അതിനും കുറച്ച് ടൈം എടുക്കും, നിങ്ങളെ അത് അറിയിച്ചെന്ന് മാത്രം. ഇതുവരെയുള്ള സ്റ്റെപ്പുകൾ പരമാവധി ഏകാഗ്രതയോടുകൂടി പ്രാക്ടീസ് ചെയ്യുന്നത് തുടരുക. നന്ദി, നമസ്കാരം.